സംഭവിച്ചത് എന്താണെന്നുള്ളത് പിന്നെ ഖാദിയാനിയുടെ പുസ്തകത്തിൽ കാണുകയില്ല. 1908 മെയ് 26 മിർസ സാഹിബ് മരിക്കുന്നു. 1908 ആഗസ്റ്റ് 4 വരെയാണ് അബ്ദുൽ ഹക്കീം ഖാൻ കൊടുത്ത അവധി. ആ അവധിക്ക് മുമ്പായിട്ട് തന്നെ മിർസ മരിച്ചത് നമ്മൾ കാണുന്നു. ഇവിടെ അബ്ദുൽ ഹക്കീം ഖാൻ സത്യവാനാണെന്നൊന്നല്ല നമ്മുടെ വാദം. ആര് മിർസക്കെതിരെ പ്രവചനം നടത്തിയാലും അവർക്ക് വിജയം കൊടുക്കുന്ന അല്ലെങ്കിൽ മിർസയെ തോൽപ്പിക്കുന്ന ഒരു ശാഠ്യമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതിനൊരു തെളിവായിട്ടാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് പ്രവചനവും മിർസയുടേത് ഇവരൊന്ന് എടുത്ത് മുമ്പോട്ട് വെക്കട്ടെ, അത് കൃത്യതയുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു അബ്ദുൽ ഹക്കീം ഖാൻ എന്ന ഒരു മുർത്തദ്, ഖാദിയാനി മതം വിശ്വസിച്ച് പോന്ന് കുറേ കാലം അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അവസാനം മുർത്തദ് എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഖാദിയാനിസം ഉപേക്ഷിച്ച് പോയ ഒരാൾ, അയാളുമായിട്ടുള്ള ഒരു പ്രവചന ഒരു സമരം, ഒരു സംഘട്ടനം നടന്നിട്ടുണ്ട്. രണ്ടുപേരും പ്രവചിക്കുകയാണ്. ഒരാൾ മിർസയെക്കുറിച്ച് പ്രവചിക്കുന്നു, മിർസ അബ്ദുൽ ഹക്കീം ഖാനെക്കുറിച്ചും പ്രവചിക്കുന്നു തെറ്റിയതിന് ശേഷം. ഈ പ്രവചനത്തിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടി നമുക്ക് കേൾക്കാം. അത് കുറച്ച് ഭാഗം വായിക്കാൻ. ഹക്കീക്കത്തുൽ വഴിയിലുള്ള ഹുദാ സച്ചെ കെ ഹാമി ഹോ എന്ന് നമ്മൾ മിർസയുടെ പുസ്തകത്തിൽ നിന്നാണ് ഇത് കാണുന്നത്. 20 വർഷത്തോളമായി ഡോക്ടർ അബ്ദുൽ ഹക്കീം ഖാൻ എൻ്റെ ശിഷ്യന്മാരിൽ പെട്ടവനായിരുന്നു. എന്നാൽ ഈയിടെ അയാൾ എൻ്റെ കഠിന ശത്രുവായി മാറിയിരിക്കുന്നു. കള്ളവാദി, കലാപകാരി, ഹറാം തീനി, ദുഷ്ടൻ, ദജ്ജാൽ, പിശാച്ച്, തോന്നിയാസി എന്നൊക്കെയാണ് മസീഹുദ് ദജ്ജാൽ എന്ന സ്വന്തം പുസ്തകത്തിൽ അവൻ എന്നെ വിശേഷിപ്പിച്ചത്. ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുന്നത് ഉദരപൂരണത്തിനാണത്രേ. ലോകാരംഭം മുതൽക്കുണ്ടായ എല്ലാ നാശത്തിനും കാരണക്കാരൻ ഞാനാണെന്നും എൻ്റെ നിലനിൽപ്പ് ആപ്പൽക്കരവും പൈശാചികവുമാണെന്നും അയാൾ പഞ്ചാബിലാകെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മിർസ കള്ളവാദിയും അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നവനുമായതുകൊണ്ട് 3 വർഷങ്ങൾക്കകം നാശമടയുമെന്ന് ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രവചനം നടത്തിയതായും ഞാൻ അറിഞ്ഞു. ഇതുവരെ അവൻ്റെ പ്രസംഗങ്ങളും പ്രവചനവും ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നു. ഇന്ന് 1906 ആഗസ്റ്റ് 14 മൗലവി നൂറുദ്ദീൻ സാഹിബിന് അയാൾ അയച്ച കത്തിൽ എന്നെപ്പറ്റി ദുഷിച്ചെഴുതിയ ശേഷം പറയുകയാണ്, 1906 ജൂലൈ 12 അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു, ഈ വ്യക്തി 3 വർഷങ്ങൾക്കകം മരണപ്പെടും. മിർസ സാഹിബ് 3 വർഷം മരിക്കും. അതോടെ അയാളെ സംബന്ധിച്ച് അള്ളാഹു എന്നെ അറിയിച്ച കാര്യം പരസ്യപ്പെടുത്താൻ ഞാനും നിർബന്ധിതനായിരിക്കുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കള്ളവാദിയാണെങ്കിൽ 25 വർഷങ്ങളായി അവൻ്റെ പേരിൽ കള്ളം പറയുന്നവനാണെങ്കിൽ എൻ്റെ ഉദരപൂരണം അവൻ്റെ സൃഷ്ടികളെ പിഴിഞ്ഞു കിട്ടുന്ന ഹറാമിൽ നിന്നാണെങ്കിൽ തീർച്ചയായും ഞാൻ അവൻ്റെ കടുത്ത ശിക്ഷക്കർഹനാണ്. അതുകൊണ്ട് അബ്ദുൽ ഹക്കീം ഖാൻ പറയുന്ന പോലെ ഞാൻ നിന്ദ്യനും നീചനുമായി അള്ളാഹുവിൻ്റെ അടുത്ത് ആണെങ്കിൽ അവൻ എന്നെ നിന്ദ്യനായി മരിപ്പിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് അബ്ദുൽ ഹക്കീം ഖാൻ എന്നെപ്പറ്റി പറഞ്ഞതും അള്ളാഹു എന്നെ അറിയിച്ചതുമായ 2 പ്രവചനങ്ങൾ ഈ നീതിപൂർവമായ വിധിക്കായി ഞാൻ സമർപ്പിക്കുന്നു. അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഖാൻ എന്നെപ്പറ്റി പറയുന്നു, മിർസക്കെതിരെ 1906 ജൂലൈ 12 ഇൽഹാമുകൾ ഇവയാണ്. മിർസ കള്ളവാദിയും നാണം കെട്ടവനുമാകുന്നു. സത്യവാൻ്റെ മുമ്പിൽ വെച്ച് നീചൻ നാശമടയും. അവന് 3 കൊല്ലത്തെ അവധി മാത്രമേ ഉള്ളൂ. അബ്ദുൽ ഹക്കീം ഖാനെപ്പറ്റി അള്ളാഹു എന്നെ അറിയിച്ചത്, അള്ളാഹുവിനെ സ്വീകരിച്ചവരിൽ അതിൻ്റെ അടയാളങ്ങളും മാതൃകകളും ഉണ്ടാവും. അവൻ സമാധാനത്തിൻ്റെ രാജകുമാരന്മാരായിരിക്കും. അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം മാലാഖമാർ വരം നൽകിയ വാളുകൾ അവൻ്റെ കൈവശമുണ്ട്. എൻ്റെ ദൈവമേ, നീ സത്യവാനെയും കള്ളവാദിയെയും വേർതിരിക്കൂ. സത്യവാദിയും പരിഷ്കർത്താവും ആരാണെന്ന് നീ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ തന്നെ കൃത്യമായി കൊല്ലം പറഞ്ഞുകൊണ്ടാണ് ഹക്കീം ഖാൻ ഇദ്ദേഹത്തിൻ്റെ മരണം പ്രവചിക്കുന്നത്. മറുവാടിയായിട്ടുള്ള പ്രവചനം എന്താണ്? ആഴകുഴമ്പനാണ്. അതിലങ്ങനെ കൃത്യമതൊന്നുമില്ല. ഹക്കീക്കത്തുൽ വഴിയിലും മജ്മു ഇഷ്തിഹാറാത്തിലും ഒക്കെ നമുക്കിത് കാണാൻ കഴിയും. പിന്നീട് പരസ്യം വായിച്ച ഡോക്ടർ അബ്ദുൽ ഹക്കീം ഖാൻ പ്രവചനത്തിനൊരു തിരുത്തു കൊടുത്തു. മിർസയുടെ അനുസരണക്കേടും തോന്നിയാസവും വർദ്ധിച്ചതുകൊണ്ട്
99 ജൂലൈ 11 അവസാനിക്കേണ്ട പ്രവചന കാലാവധിയിൽ നിന്ന് 10 മാസവും 11 ദിവസവും അള്ളാഹു കുറച്ചതായി എന്നെ അറിയിച്ചിരിക്കുന്നു. ഇന്ന് 1/7/1907 അള്ളാഹു എന്നെ അറിയിച്ചതനുസരിച്ച് മീർസ 14 മാസങ്ങൾക്കകം മരണപ്പെട്ട് ഹാവിയ എന്ന നരകത്തിൽ പതിക്കുന്നതാണ്. അവൾ കൃത്യമാണ്. 1/7/1907 ആണ് ഇന്ന്. അതിൽ 14 മാസങ്ങൾക്കകം മീർസ മരിച്ച് ഹാവിയയിൽ പതിക്കും. അതിന് മറുപടിയായി മിർസ ഖദിയാനി പരസ്യപ്പെടുത്തി, അള്ളാഹു നിന്നെ രക്ഷിക്കുമെന്നും നിൻ്റെ ആയുസ് വർദ്ധിക്കുമെന്നും നിൻ്റെ ശത്രുവിനെ അറിയിക്കുക. 1907 ജൂലൈ 1 മുതൽ 14 മാസമേ നിനക്ക് ആയുസ്സുള്ളൂവെന്ന് ശത്രു പറയുന്നു. നിന്നെപ്പറ്റി പ്രവചിക്കുന്ന മറ്റു ശത്രുക്കളും കള്ളന്മാരാണെന്ന് ഞാൻ തെളിയിക്കും. പിന്നീട് അള്ളാഹു ഉറുദുവിൽ പറഞ്ഞു, ഞാൻ നിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കും. 1907 ജൂലൈ 1 മുതൽ 14 മാസത്തെ അവധിയാണ് ശത്രു നൽകിയിരിക്കുന്നത്. എന്നാൽ ഞാൻ കള്ളൻ ആരാണെന്ന് തെളിയിക്കും. ഞാൻ അള്ളാഹുവാണ്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. വീണ്ടും കൃത്യമല്ലാത്തൊരു അതെ, എന്തായാലും 14 മാസം കൊണ്ട് അവധി നൽകിയത് ഞാൻ ആയുസ് നീട്ടിത്തരുമെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്നത്. ഏതായാലും സംഭവിച്ചെന്താണ്? അബ്ദുൽ ഹക്കീം ഖാൻ എന്ന പേരുള്ള പട്യാല നിവാസിയായ ഒരു ഡോക്ടർ എൻ്റെ ഒടുക്കത്തെ ശത്രുവായി രംഗത്ത് വന്നിരിക്കുന്നു. 1908 ആഗസ്റ്റ് 4 മുമ്പായി ഞാൻ മരണപ്പെടുമെന്നാണ് അവൻ്റെ അവകാശവാദം. 1908 ആഗസ്റ്റ് 4 മുമ്പായി. 20 വർഷത്തോളം അവനെൻ്റെ ശിഷ്യനായിരുന്നു. എൻ്റെ ഒരു ഉപദേശം ധിക്കരിച്ചുകൊണ്ട് മുർത്തദ്ദാവുകയാണ്. മുഹമ്മദ് നബിയെ വിശ്വസിക്കാതെയും മുസ്ലിം ആവാതെയും മോക്ഷം നേടാമെന്നാണ് അവൻ്റെ വിശ്വാസം. ഇപ്പോൾ 1908 ആഗസ്റ്റ് 4 മുമ്പായി അവൻ ജീവിച്ചിരിക്കെ തന്നെ ഞാൻ മരണപ്പെടുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. എന്നാൽ അവൻ സ്വയം ശിക്ഷാർഹനാണ്. അവനെ നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷിക്കും. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ആരാണോ സത്യവാൻ അവനെ അള്ളാഹു സഹായിക്കും. എനിക്ക് വിജയവും മാന്യതയും വളർച്ചയും നൽകുന്നതും ശത്രുവിന് നിന്ദ്യതയും ദൈവകോപവും പരാജയവും ലഭിക്കുന്നതുമായ മഹത്തായ പ്രവചനമാണിത്. എൻ്റെ പേര് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തും. എൻ്റെ മരണം കാക്ഷിക്കുന്ന ശത്രുവാകട്ടെ എൻ്റെ കൺമുമ്പിൽ വെച്ച് അസ്സാബുൽ ഫീൽ പോലെ നശിപ്പിക്കപ്പെടും. അവിടെയും എൻ്റെ കൺമുമ്പിൽ വെച്ച്, അപ്പോൾ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പെന്നേ ഉള്ളൂ. ഏതായാലും 14 മാസത്തെ കാലാവധി വെച്ച് പറയുകയാണ്. സംഭവിച്ചത് എന്താണെന്നുള്ളത് പിന്നെ ഖാദിയാനിയുടെ പുസ്തകത്തിൽ കാണുകയില്ല. 1908 മെയ് 26 മിർസ സാഹിബ് മരിക്കുന്നു. 1908 ആഗസ്റ്റ് 4 വരെയാണ് അബ്ദുൽ ഹക്കീം ഖാൻ കൊടുത്ത അവധി. ആ അവധിക്ക് മുമ്പായിട്ട് തന്നെ മിർസ മരിച്ചത് നമ്മൾ കാണുന്നു. ഇവിടെ അബ്ദുൽ ഹക്കീം ഖാൻ സത്യവാനാണെന്നൊന്നല്ല നമ്മുടെ വാദം. ആര് മിർസക്കെതിരെ പ്രവചനം നടത്തിയാലും അവർക്ക് വിജയം കൊടുക്കുന്ന അല്ലെങ്കിൽ മിർസയെ തോൽപ്പിക്കുന്ന ഒരു ശാഠ്യമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതിനൊരു തെളിവായിട്ടാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് പ്രവചനവും മിർസയുടേത് ഇവരൊന്ന് എടുത്ത് മുമ്പോട്ട് വെക്കട്ടെ. അത് കൃത്യതയുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹം പ്രവാചകനാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അത് മാനക്കേടാക്കുന്ന രീതിയിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. പിന്നെ ഈ ഒരു ചർച്ച കേട്ടപ്പോൾ സാധാരണ ഈ ഇശാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം സംസാരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നൊരാരോപണം കളിയാക്കലാണ്. അതിനപ്പുറം ഇത് തലയും വാലും വെട്ടിമാറ്റിയതാണ് എന്നൊരു ആരോപണമാണ് സാധാരണ ഉന്നയിക്കാറുള്ളത്. പി അബ്ദുറഹ്മാനും സംഘവും അല്ലെങ്കിൽ അഞ്ജുമൻ ഇശാഅത്തിൻ്റെ പ്രവർത്തകർ അവർ നടത്തുന്നത് തലയും വാലും വെട്ടിമാറ്റിയ ചില ശകലങ്ങൾ മാത്രം, പിന്നെ കുറേ കള്ളത്തരങ്ങൾ അതിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ആരോപണമാണ് സാധാരണ കേൾക്കാറുള്ളത്. എന്താണ് ആ ഒരു വിഷയത്തിന് കൊടുക്കാവുന്നത്? അതിന് എനിക്ക് മറുപടി എന്താണെന്ന് വെച്ചാൽ, ഈ തലയും വാലും വെട്ടി നമ്മൾ അവതരിപ്പിക്കുന്നതിൻ്റെ തലയും വാലും ഫിറ്റ് ചെയ്താൽ അവർക്കത് അവതരിപ്പിച്ചാൽ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ അവതരിപ്പിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഉമർ ഇശാഅത്തുകാർക്കുള്ള മറുപടി രചിക്കാൻ തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം തലയും വാലും ചേർത്ത് വെച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. ഇതിൻ്റെ അർത്ഥം ഇപ്പം ഈ ഖാത്തമുൻ നബിയ്യീന അർത്ഥം നമ്മൾ മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്ത അതേ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗം കൊടുത്തപ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാവുകയാണ് ഉണ്ടായത്. നമ്മളുടെ വാദം സ്പഷ്ടീകരിക്കുകയാണ് ചെയ്തത്. ഇത് ഒരു കാര്യം. പിന്നെയുള്ളത്, ഇവർ ഈ പറയുന്ന ആളുകളൊക്കെ വെറുതെ പറയാണ്, അല്ലാതെ അവരിതൊന്നും വായിച്ചിട്ട് പറയുകയാണെങ്കിൽ തിരക്കില്ല. അപ്പോൾ
ഹക്കീക്കത്തുൽ വഴിയിൽ ഖുദാ സച്ചയ്ക്ക് ഹാമി ഹോ, സത്യവാൻ്റെ സംരക്ഷകനാകട്ടെ അള്ളാഹു എന്നാണ് ആ ഒരു അദ്ധ്യായത്തിൻ്റെ ഹെഡിങ്. ഒരു അദ്ധ്യായം 4-5 പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു അധ്യായമാണ് വരുന്നത്, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഒരു ഖാദിയാനി പുസ്തകം പൂർണ്ണമായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല, അത് നമ്മുടെ ഒരു പണിയുമല്ല. ഇപ്പോൾ തദ്കിറയിൽ നിന്ന് ഞാനൊരു 100-400 വഴികൾ എടുത്തിട്ടുണ്ട്. അതായത് 1577 വഴികളിൽ ഒരു 400-ലധികം വഴികൾ ഞാൻ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് ബാക്കിയുള്ളത് പ്രസിദ്ധീകരിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ അവർ മലയാളത്തിലാക്കട്ടെ. ഞാൻ മലയാളത്തിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 50-50 ചെയ്തുകൊണ്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിന് നമ്മളന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നെ ഒന്ന് കാണിക്കുക, ഞാനത് പരിശോധിക്കും, എന്നിട്ട് നമുക്ക് പകുതി പൈസ എടുത്തിട്ട് ഇത് പ്രസിദ്ധീകരിക്കാമെന്ന്. പക്ഷേ ഇത് അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി ശരിയല്ല. നമ്മൾ കളവേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടല്ലോ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ കളവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്താ അർത്ഥമാണ് അതിലുള്ളത്? ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ നമ്മൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലും നമ്മളുടെ ഈ സംസാരത്തിലും ഇപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഇതിലും ഏതെങ്കിലും ഒരു കാര്യം കളവാണെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയുമോ? ഞാനിപ്പോഴും പറയുന്നത് കളവാണെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം നമുക്കൊരു കള്ളവാദിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന് കുറേ കള്ളങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു വ്യാജ അല്ല, താങ്കളുടെ ഇതുവരെയുള്ള സംസാരത്തിൽ എല്ലാം സോഴ്സുകൾ വെച്ചുകൊണ്ടുള്ള അതിൽ നല്ലൊരു ശതമാനവും എനിക്ക് തോന്നുന്നു PPMI സംസാരിക്കുമ്പോൾ ഉള്ളത് ഉറുദു ആയതുകൊണ്ട് പ്രൈമറി സോഴ്സുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സാധാരണ പലപ്പോഴും സംഭവിക്കാറുള്ളത് അതിൻ്റെ ട്രാൻസ്ലേഷൻ വെച്ചുകൊണ്ടാണ് പലരും സംസാരിക്കാറുള്ളത്. താങ്കൾ ഉറുദുവിൻ്റെ ഒറിജിനൽ സോഴ്സുകൾ കറക്റ്റ് എടുത്തുകൊണ്ടാണ്. 96 രേഖകൾ തന്നെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. 96 രേഖകൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ റോയൽറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു പകുതി റോയൽറ്റി മിർസ സാഹിബിന് കൊടുക്കേണ്ട ഒരു കേസ് ഉണ്ട് അതിൽ. കാരണം അങ്ങനെ തന്നെ 50-50 ആണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ പലപ്പോഴും ചെയ്തിട്ടുള്ളൂ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു ആരോപണം സാധാരണ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സാധാരണ വരുന്ന ആളുകളെ കൺഫ്യൂഷനാക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ മറുപടി പറയാതെ ഈ ഒരു സംഘത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കുന്നത്? എന്തുകൊണ്ട് മുഖ്യധാര സംഘടനകൾക്ക് നേരിട്ട് ഞങ്ങളുമായി സംവദിച്ചുകൂടാ? അപ്പോൾ അത് ഈ മുസ്ലിം സംഘടനകളുടെ ഒരു പാപ്പരത്വമാണ്. അത് അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളോട് സംവാദത്തിന് വന്നുകൂടെ എന്ന ഒരു വെല്ലുവിളിയും മറ്റും സാധാരണ കേൾക്കാറുണ്ട്. എന്താണ് ആ ഒരു വിഷയത്തിൽ ഒരു മറുപടി എന്ന് വെച്ചാൽ 1988 ജൂൺ 10 ലോക മുസ്ലിം സംഘടനകളെയും ലോക മുസ്ലിം പണ്ഡിതന്മാരെയും ഒക്കെ മുബാഹലിക്ക് വെല്ലുവിളിച്ചപ്പോൾ കേരളത്തിലെ ഒരുവിധം ആളുകൾക്ക് മുഴുവനും അതിൻ്റെ ലഘുലേഖ കൊടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിൻ്റെയും സുന്നികളുടെയും തബ്ലീഗുകാരുടെയും ഒക്കെ നേതാക്കന്മാർക്ക് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒക്കെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് ഇശാഅത്തെ ഇസ്ലാം, അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാം ഇത് സ്വീകരിച്ചുകൊണ്ട് അവർ കത്തെഴുതിയപ്പോൾ അവർ സ്വീകരിച്ചു. അത് നടന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെയൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ, അതിനതിന് പ്രസക്തിയില്ല. അപ്പോൾ ഇവിടുത്തെ ഓരോ സംഘടനയുടെയും പ്രാതിനിധ്യം നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യം അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. മാത്രമല്ല ഈ കാര്യത്തിന് നമ്മൾ ഒരു വിഭാഗം ഈ കാര്യം പഠിക്കുകയും ആ കാര്യം മനസ്സിലാക്കി ആളുകളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ മറ്റൊരു കൂട്ടർ അല്ലെങ്കിൽ ഒരു സംഘടന അതിനു വേണ്ടി ഇടപെടണം എന്ന് എനിക്ക് അഭിപ്രായം. അല്ല, എനിക്കും ആ ചോദ്യത്തിന് പലപ്പോഴും തോന്നിയത് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു ടീമാണുള്ളത്. അപ്പം ആര് പറയുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ടത് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പം കണ്ടൻറ്റുമായിട്ടാണല്ലോ നമ്മൾ സംവദിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും അവരുടെ സംസാരത്തിലുണ്ടായ കണ്ടൻറ്റ് അവിടെ നിൽക്കട്ടെ, പറയുന്ന ആളും അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയും ഏത് എന്നുള്ള അത് ഒരു പരിധിവരെ എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിഷയത്തിലും എക്സ്പെർട്ടൈസ് ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിന് ശരിയില്ല. മാത്രമല്ല ഇത് അത്ര എക്സ്പെർട്ടൈസ് ചെയ്ത് പോകേണ്ട ഒരു ഏരിയയുമല്ല. കാരണം അത്ര വലിയൊരു ഭീഷണി മുസ്ലിം സമുദായത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയത് ഈ പുസ്തകങ്ങൾ അവർക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിൽ മാർക്കറ്റിൽ വരട്ടെ. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടും സംഗതി മനസ്സിലാക്കിയിട്ടും ഉറുദു അറിയാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുക്കട്ടെ.
അത് ന്യായമായ ഒരു ആവശ്യമാണ്. അതായത് അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ ഇത് പഠിക്കുകയും വിമർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഉറുദുവിലുള്ള സോഴ്സുകൾ മുഴുവനും അവരുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംവദിക്കാൻ കൂടുതൽ ആൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് മറച്ചു വെച്ചുകൊണ്ട് തദ്കിറ പോലുള്ള ഏറ്റവും സുപ്രധാനമായ പുസ്തകങ്ങൾ പോലും വളരെ സൈഡാക്കി വെച്ചുകൊണ്ട് പിന്നെ ഉള്ള ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവും തോന്നുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ദീർഘ സംഭാഷണത്തിൽ നമ്മൾ PPയിൽ നിന്നാണ് തുടങ്ങിയത്. PPയുടെ ചെറുപ്പകാല ജീവിതത്തിൽ നിന്നും അത് പിന്നെ കാദിയാനിസവുമായിട്ടുള്ള വളർച്ചയുമായിട്ട് വളരെ ദീർഘമായ ഒരു കടന്നുപോക്കാണ്. എനിക്ക് തോന്നുന്നത് ഒരു 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 അരനൂറ്റാണ്ടോളം നീണ്ടു നിന്ന ഒരു തുടർച്ചയുള്ള ഒരു എൻഗേജ്മെൻ്റാണ് ഈ ഒരു പ്രസ്ഥാനവുമായിട്ടുണ്ടായിട്ടുള്ളത്. അത് ഒരു 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസാരത്തിൽ ഒതുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വലിയ മേഖലയുടെ ഒരു വളരെ ചെറിയൊരു അംശം മാത്രമേ ഈ ഒരു സംവാദത്തിൽ, ഈ ഒരു സംസാരത്തിൽ കടന്നു വന്നിട്ടുണ്ടാവുള്ളൂ. തീർച്ചയായും പക്ഷേ താങ്കളുടെ പുസ്തകങ്ങൾ, പിന്നെ എഴുത്തുകൾ, പ്രബോധനത്തിലും ബോധനത്തിലും മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് വന്ന നിരന്തരമായി വന്ന എഴുത്തുകളും പിന്നെ പ്രഭാഷണങ്ങളിലുമായിട്ട് ഇത് പരന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കൂടുതൽ വായിക്കേണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇനിയും പുസ്തകങ്ങൾ വരാനുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഈ വിഷയത്തിൽ അഗാധമായ ഈ വിവരം ബാക്കിയുള്ളവർക്ക് കൂടി കിട്ടാനുള്ള ഒരു ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം ചർച്ചകളിലൂടെ, ഇനിയും ഇത്തരം എൻഗേജ്മെൻറ്റുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.